അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എടവണ്ണപ്പാറ മേഖലയിൽ ദൗർഭാഗ്യകരമായ നബിദിന റാലിയോടനുബന്ധിച്ചുണ്ടായ ചില സംഭവവികാസങ്ങൾ, ഏറ്റവും വലിയ ദുഷ്പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തി വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എടവണ്ണപ്പാറ മേഖല സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 11 വർഷമായി, കഴിഞ്ഞ 11 വർഷക്കാലത്തോളം വളരെ ഭംഗിയായി ഈ മേഖലയിലെ 60ഓളം മഹല്ലുകളിൽ ഉള്ളവർ ഒരു നബിദിന റാലിയായി, ഒരു ഏകോപനമായി ഞങ്ങൾ നടത്തലുണ്ട്. അത് വലിയ വിജയം എല്ലാ വർഷവും നടന്നു വരാറുമുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കും. സന്തോഷത്തോടു കൂടി ഒരു പൊതുസമ്മേളനം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വലിയ റാലി നടത്തും. നബിയുടെ ഹുബ്ബ് ഉണ്ടാവും, ദഫ് തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഉണ്ടാക്കി ആബാലവൃദ്ധം ജനങ്ങളും കുട്ടികളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു റാലിയാണ് സാധാരണഗതിയിൽ നടന്നു വരുന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് KS ഇബ്രാഹിം മുസ്ലിയാർ പ്രസിഡന്റും സയ്യിദ് BSK തങ്ങൾ ജനറൽ സെക്രട്ടറിയും വിനീതനായ ഞാൻ ഖജാൻജിയുമായ ഒരു കമ്മിറ്റിയാണ് അത് നടന്നുകൊണ്ടുവരുന്നത്. അതിൻ്റെ കീഴിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ സ്വസംഘം യോഗം വിളിച്ചു. സ്വസംഘം യോഗം വിളിച്ചപ്പോൾ തന്നെ ചില ആളുകൾ ഒരു പ്രയാസമില്ലാതെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി, പതിവ് പോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഒരു പാനലാണ് വായിച്ചത്. അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയാണ് സമസ്തയുടെ വാഫി പ്രശ്നം എടുത്തിടുകയും വാഫിയിൽ നിനക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഈ ജാഥയിൽ ഉണ്ടാവരുത്, അവരുടെ കീഴിൽ നിൽക്കാൻ പ്രയാസമുണ്ടെന്ന് പറയുകയും ചെറിയ ചില സംഭവങ്ങൾ ഉണ്ടായി ചെയ്തു. ഇത് സത്യത്തിൽ കഴിഞ്ഞ വർഷം തന്നെ സമസ്തയിലുണ്ടാകുന്ന ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ വിഭാഗം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളുടെ ആ ജാഥയെയും അന്ന് നിരുത്സാഹപ്പെടുത്താൻ മാത്രമല്ല പല കേന്ദ്രങ്ങളിലേക്കും വിളിച്ച് സമസ്തയുടേതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവഗണിച്ചുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാർ തന്നെ ഒഴുകി വരികയും ഞങ്ങളോട് അങ്ങനെ വേണ്ട, അതുമാത്രമല്ല അന്ന് വികായിയുടെ പ്രവർത്തകന്മാർ വേണമെന്ന് പ്രിയപ്പെട്ട തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് വികായ പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ചാൽ കിട്ടൂല, അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ആക്കിയപ്പോൾ ഈ തവണ ഞങ്ങൾ വ്യക്തമായി അതിന് രൂപം കൊടുക്കുകയാണ്. കാരണം ഇത് ഉണ്ടാക്കി, ഞങ്ങൾ സ്വസംഘം ഉണ്ടാക്കി എല്ലാവരും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു വോയിസ് കൊടുക്കുകയാണ്, നമുക്ക് അതിൽ കൂടേണ്ടതില്ല, നമുക്ക് മറ്റൊരു സംവിധാനം ഉണ്ടാക്കണം, ഇതേ ദിവസം നമുക്ക് മറ്റൊരു റാലി നടത്തണം എന്ന് പറഞ്ഞ് നടത്തുകയാണ്. ഞങ്ങൾ പോലീസിലേക്ക് പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്ത ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവരും അതേ ദിവസം ഞങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ എനിക്ക് വേറൊരു പെർമിഷൻ അപേക്ഷയും അവിടെ വരികയാണ്. സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. അതും ചില കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും, 2 വിഭാഗമുണ്ട്, ഈ വിഭാഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ട്, അത് നിർത്തിവെക്കണം എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്ന് പോലീസ് ഓഫീസർമാരിൽ ഞങ്ങൾ കിട്ടി. ഞങ്ങൾ പറഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പതിവ് പോലെ അത് നടക്കും, അതിന് സമ്മതം തരണമെന്ന് പറഞ്ഞു. സൗഹൃദപരമായി പ്രിയപ്പെട്ട CI ഞങ്ങളെ 2 വിഭാഗത്തെയും വിളിച്ചു. സൗഹൃദപരമായ ചർച്ചയിൽ തന്നെ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിശ്ചയിച്ച ദിവസം നടത്താം, 2 വിഭാഗമാണ്, അങ്ങനെ നടത്തിക്കോട്ടെ, ഞങ്ങളെ കൂടെ വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മുൻകാലങ്ങളെ പോലെ ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയുള്ളത് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ 2 മേഖലയാക്കി നടത്താനും ഞങ്ങളൊരു മേഖലയിൽ നിന്നും മറ്റൊരു വിഭാഗം മറ്റൊരു മേഖലയിൽ നിന്നും നടത്താം എന്ന് CI നിർദ്ദേശം വെച്ച് അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളുടേത് എവിടെ നിന്നാണെന്ന് ഞങ്ങൾ വിവരം തരാം എന്ന് പറഞ്ഞ് പോയവർ വൈകിട്ട് DYSP വിളിക്കുകയാണ്. ഞങ്ങളെല്ലാവരും DYSPയുടെ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി. ഞങ്ങൾ പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു ഇവിടെ 60 മഹല്ലാണുള്ളത്, 5 മഹല്ല് ഇവരുടെ കൂടെ പൂർണ്ണമായി നിൽക്കുന്നവരുടെ ഒരു ലിസ്റ്റ് സമർപ്പിച്ചാൽ ഞങ്ങൾ അവർ പറയുന്നത് പോലെ അവരുടെ കൂടെ നിന്ന് തരാം. 5 മഹല്ലെങ്കിലും എന്നാൽ 55 മഹല്ല് ഞങ്ങൾ മാറി നിന്നിട്ട് ഇവരുടെ കൂടെ കൂടിക്കോളാം, അവർ പറയുന്നത് പോലെ നടത്താം. അവർക്കതിന് സാധിക്കില്ല. കാരണം സമസ്തയുടെ ഈ മേഖലയിലുള്ള എല്ലാ മഹല്ലും
ഒരൊറ്റ സ്വരാണ്, ഒരൊറ്റ കെട്ടാണ്. എന്നിട്ടും ഞങ്ങൾ ചർച്ച നടത്തി. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. ഞങ്ങളെക്കാൾ കൂടുതൽ അഡമൻ്റായി ബഹുമാനപ്പെട്ട DYSP പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കമ്മിറ്റിയിൽ 1-2 ആളുകളെ വേണമെങ്കിൽ നൽകാം, ഇനിയൊരു യോഗ വിളിക്കില്ല. ഇവർ DYSPയോട് പറഞ്ഞത്, പോലീസ് ഓഫീസർമാരോട് പറഞ്ഞത്, ഒന്ന് ഇത് മാറ്റി വെക്കണം, എന്നിട്ട് പുതിയ ഒരു സ്വാതസംഘം ഉണ്ടാക്കണം, ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം. ആദ്യം ഫസ്റ്റിൽ പറഞ്ഞത് ഞങ്ങളോടൊന്നും കീഴിൽ നിൽക്കാൻ കഴിയില്ല, വാഫിയുടെ ആളുകളായതുകൊണ്ട് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, തുല്യ പരിഗണന കിട്ടി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട DYSP പറഞ്ഞു അതൊന്നും സാധ്യമല്ല, നിശ്ചിത സ്ഥലത്ത് നിന്ന് നിശ്ചിത രീതിയിൽ അത് നടക്കും, 2 പോസ്റ്റ് സബ് പോസ്റ്റുകൾ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ് അവർ വളരെ വേദനയോടുകൂടി പറ്റില്ല സാറേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളതിൽ ഒന്നും ചെയ്തില്ല. അവർ പറഞ്ഞു DYSP എന്ത് പറയുന്നു അത് കേൾക്കാൻ തയ്യാറാണ്. ഈ കമ്മിറ്റിയിൽ ഒറ്റ കാര്യമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, ഈ തീയതിക്കത് നടത്തണം. അത് എല്ലാ 60 മഹല്ലിലെ ഇമാമുമാരും പറഞ്ഞതാണ്, പ്രസംഗിച്ചതാണ്. എല്ലാ പള്ളികളിൽ നിന്നും ഇതിനു വേണ്ടിയുള്ള കലശം നടത്തിയതാണ്. ആളുകൾ വലിയ ആവേശത്തോട് ഏകദേശം 3500-4000 ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീയതി മാറ്റാൻ പറ്റില്ലെന്ന് മാത്രമേ പറഞ്ഞു, ബാക്കി എന്തും ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ഓഫീസർമാർ പറഞ്ഞു ഉണ്ടാക്കിയ സ്വാസംഘത്തിൻ്റെ കീഴിൽ മാത്രം അത് നടക്കുക, അതിന് ആരാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പോലീസ് തീരുമാനിച്ചു, എങ്ങനെയാണ് അത് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു, സ്വാസംഘം കമ്മിറ്റിയുടെ കീഴിൽ അത് നടത്തണമെന്ന് പറഞ്ഞു. സന്തോഷമായി പറഞ്ഞു. വളരെ വേദനയോട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്മാരുടെ ആ വേദന കണ്ടപ്പോഴാണ് അതിൻ്റെ ട്രഷർ സ്ഥാനം വഹിച്ചിരുന്ന ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞത്, എൻ്റെ ട്രഷർ സ്ഥാനം ഞാൻ അവർക്ക് നൽകാം, എല്ലാവരും കൂടി നടക്കട്ടെ എന്ന്. വലിയ സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങി ഇതിൽപ്പെട്ട ബഹുമാനപ്പെട്ട